നമസ്കാരം, KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ലിജി എതിരേറ്റ്. പ്രധാന വാർത്തകൾ. രണ്ടു തുള്ളി വലിയ പ്രതിരോധം. പൾസ് പോളിയോ വിതരണത്തിന്റെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം കടപ്പുറം ആശുപത്രിയിൽ നടന്നു. അധ്യാപകരുടെ അവകാശങ്ങൾക്കായി കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ചടയമറി ഹാളിൽ ആരംഭിച്ചു. ജീവിതം തുന്നിച്ചേർക്കുന്നവർ. ജീവിതത്തിന്റെ ഊടും പാവും നെയ്തെടുക്കാൻ പണിപ്പെടുകയാണ് തയ്യൽ തൊഴിലാളികളെന്ന് വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PC മോനിച്ചൻ. വിശദമായ വാർത്തകൾ. പൾസ് പോളിയോ വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ആലപ്പുഴയിൽ നടന്നു. ആലപ്പുഴ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നടന്ന വിതരണോദ്ഘാടനം KC വേണുഗോപാൽ MP നിർവഹിച്ചു. ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ ഭീതി പരത്തിയിരുന്ന രോഗമെന്ന് പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്ത ഒരു സംസ്ഥാനമാണ് കേരളം. രാജ്യവും അതിൻ്റെ പാതയിൽ തന്നെയാണ്. പോളിയോ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട് കഴിയുന്നതിന് വേണ്ടിയിട്ടുള്ള പരമാവധി ക്യാമ്പയിൻ നമ്മൾ പൂർത്തീകരിക്കുക. നിർമ്മാർജ്ജനം ചെയ്യുന്നു എന്ന് പറയുന്ന പല രോഗങ്ങളും തിരിച്ചു വരുന്നൊരു കാലഘട്ടം കൂടിയാണ്. ഇത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ 2011 നടത്തിയതാണെങ്കിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചത് തിരിച്ചു പോകാനുള്ള ധൈര്യസാധ്യത പോലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയെടുക്കാതിരിക്കാനുള്ള ഉന്നത പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് നടത്തപ്പെടുന്ന പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയിലൂടെ രാജ്യത്തെങ്ങുമുള്ള കുട്ടികളെ പോളിയോ നിർമ്മാർജ്ജന യജ്ഞത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് രാജ്യമെമ്പാടുമുള്ള ഒരു ക്യാമ്പയിൻ, ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ സംരംഭമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നതാണ്. അടുത്ത ഘട്ടം 22-ാം തീയതി, ഫെബ്രുവരി 22-ാം തീയതി രണ്ട് ഘട്ടങ്ങളായിട്ടാണ് എല്ലാ വർഷവും നടക്കുന്നത്. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ മേഴ്സി ഡയാന മാസിഡോ അധ്യക്ഷയായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ KA സഫിയ BV, MG സതീദേവി, ഡോക്ടർമാരായ ജേക്കബ് പുന്നൂസ്, L മനോജ്, ഉഷാദേവി തുടങ്ങിയവർ സംസാരിച്ചു. പോളിയോ വിതരണത്തിന്റെ രണ്ടാം ഘട്ടം ഈ മാസം 22-ന് ആരംഭിക്കും. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ആരംഭിച്ചു. ആലപ്പുഴ ചടയമറി ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം P തിലോത്തമൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്തിരണ്ട അധ്യായത്തിൽ ഏതാണ്ട് വരച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത് നമ്മൾ ഗൗരവപൂർവ്വം കണ്ടേ മതിയാവും. ഏതാണ്ട് അവരുടെ ആ കാവ്യവൽക്കരണം എല്ലാ രംഗങ്ങളിലേക്കും ഒന്ന് വ്യാപിക്കുക. സാമ്പത്തിക രംഗം അവർ കൈകാര്യം ചെയ്തു അങ്ങേയറ്റത്തെ വഷളായ രൂപത്തിൽ. ഏറ്റവും ഒടുവിൽ നമ്മുടെ ഔഷധത്തെ സംബന്ധിച്ചുള്ള പാറ്റന്റ് നിയമം തിരുത്തിയെഴുതാനുള്ള പരിശ്രമങ്ങൾ ഉൾപ്പെടെ നടപ്പിലാക്കാൻ യാതൊരു എളുപ്പവും അവർക്കുണ്ടായില്ല. അതാണ് നമ്മൾ കണ്ടത്. മൂലധന ശക്തികളെ മാടി വിളിക്കുകയാണ്. ബാങ്കുകളെ, വിദേശ ബാങ്കുകളെ വിളിച്ചുകൊണ്ട് അവർ പറയുന്നത്, നിങ്ങളിങ്ങോട്ട് കടന്നു വരൂ, ഇന്ത്യൻ ബാങ്കുകളെ പോലെ നിങ്ങൾക്ക് പ്രവർത്തിക്കാം, ഇവിടെ ഒരു വേർതിരിവും ഉണ്ടാവില്ല, ഒരു അതിർവരമ്പുമില്ല. മൂലധന ശക്തികൾക്ക് ഇതുപോലെ അഴിഞ്ഞാടാൻ പറ്റിയൊരു സന്ദർഭം വേറൊരു ഒന്നില്ല എന്ന മട്ടിൽ അവർ നല്ലവണ്ണം ആ സന്ദർഭം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. പ്രൊഫസർ അമൃത, N രവീന്ദ്രൻ, അഡ്വക്കേറ്റ് V മോഹൻദാസ്, സദാശിവൻ പിള്ള, P ജ്യോതിസ്, PP അജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ബുധനാഴ്ച നടക്കുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ സദസ്സും പുരസ്കാര സമർപ്പണവും K ഇസ്മയിൽ നിർവഹിക്കും. ജീവിതം സ്വയം തുന്നിച്ചേർക്കുന്നവരാണ് തയ്യൽ തൊഴിലാളികൾ. ജീവിതത്തിന്റെ ഊടും പാവും നെയ്തെടുക്കാൻ ഈ വിഭാഗം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണാൻ
അവർ തന്നെ സ്വയം സംഘടിച്ചതിന്റെ ഫലമാണ് കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ എന്ന് വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി.സി. മോനിച്ചൻ. KSTA 22ാമത് കുട്ടനാട് താലൂക്ക് കൺവെൻഷൻ രാമങ്കരി SNDP ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി.സി. മോനിച്ചൻ. ഇവർ സ്വന്തമായി അധ്വാനിച്ച് നമുക്കറിയാം മറ്റ് മേഖലകളിലൊന്നും തന്നെയും ബന്ധപ്പെടാത്തവർ പോലും ഇതുകൊണ്ട് തന്നെ ജീവിക്കുന്ന ഒത്തിരിയധികം ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപക്ഷെ അത് വളരെയധികം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തന്നെയും പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം ഈ തയ്യൽ തൊഴിൽ മാത്രമായി തന്നെ ഒരു വീട് പുലർത്തുകയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ കുട്ടികളെ വളർത്തുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് ഇവർ. ഈ സംഘടനയെ വളർത്തുവാനായിട്ട് ഈ നോട്ടീസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയമായി ആരും തന്നെ മുൻപോട്ട് വന്നിട്ടില്ല എന്നുള്ളത്. പക്ഷേ അക്കാലത്തൊക്കെ തന്നെയും പറയുകയാണെങ്കിൽ ട്രേഡ് യൂണിയൻ ഒന്നിനുണ്ടല്ലാതെ മറ്റ് സംഘടനകളൊന്നും വളർന്ന കാലഘട്ടം അന്നായിരുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ സംഘടന ഇത്രയധികം വളരുവാൻ തന്നെ കാരണം അധികം രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം ഇല്ലായിരുന്നത് കൊണ്ട് തന്നെയാണ്. നമുക്കറിയാം ഇതിലെ കൂടുതലും ലേഡീസ് ആണുള്ളത്. പുരുഷന്മാരൊക്കെ തന്നെ ഇതിന് ഒത്തിരി പിന്തിരിഞ്ഞു പോയിട്ടുണ്ട്. KSTA താലൂക്ക് പ്രസിഡന്റ് KT സ്കറിയ അധ്യക്ഷനായി. താലൂക്ക് കൺവെൻഷനോട് അനുബന്ധിച്ച് നടന്ന സ്കോളർഷിപ്പ് വിതരണം രാമങ്കരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ബ്രീവൻ ഉദ്ഘാടനം ചെയ്തു. KM വർഗീസ്, D രാമചന്ദ്രൻ, ഇന്ദിരാമ, ജേക്കബ് തോമസ്, മറിയക്കുട്ടി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. എടത്തുവായിൽ പ്രതിഷേധ പ്രകടനവും മാർച്ചും. DYFI പ്രവർത്തകനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് CPM എടത്തുവ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും മാർച്ചും സംഘടിപ്പിച്ചു. CPM എടത്തുവ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി റെജി P. വർഗീസ് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. ഒരു കാരണവുമില്ലാതെ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഈ സഖാവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഞങ്ങൾ ഇവിടെ സമാധാനമായി പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, CPM ആഗ്രഹിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു വിഷയം വന്നാൽ അതിനെ സമാധാനപരമായി നേരിടുവാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു BJP-ക്കാരനെ 10 പേരെ കണ്ടാൽ ആ അഹങ്കാരത്തിൽ ഞങ്ങളൊരു അക്രമം അഴിച്ചുവിടാറില്ല. പക്ഷേ BJP-ക്കാർ ഏതെങ്കിലും 10 പേരെ കണ്ടാൽ അവരുടെ അഹങ്കാരം എല്ലാം മറയും നീക്കി പുറത്തു വരാറുണ്ട്. അത് ഈ ചുമപ്പ് പ്രസ്ഥാനത്തിന്റെ, ഈ കയ്യൂരിന്റെ, കരിവെള്ളൂരിന്റെ, പുന്നപ്പുറ മക്കളായ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇവിടെ ഈ സമ്മാനിത്വം അനുവദിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ വന്നാൽ ആ തരത്തിൽ അതിനെക്കാട്ടിൽ നല്ല വഴിയിലുള്ള പ്രതികാരം ഉണ്ടാവും എന്ന് മാത്രം സൂചിപ്പിക്കാറുണ്ട്. ബെറ്റി ജോസഫ്, റിക്സൺ തുടങ്ങിയവർ സംസാരിച്ചു. തള്ളുതള്ളു തള്ളുതള്ള തല്ലിപ്പൊളി വണ്ടി. എടത്തുവ പോലീസ് സ്റ്റേഷനിലെ സർക്കാർ വക ജീപ്പിന്റെ അവസ്ഥയാണിത്. പോലീസുകാരും നാട്ടുകാരും ചേർന്ന് ഒന്ന് കൈവച്ചെങ്കിലേ കക്ഷി ഉണരൂ. സബ് ഇൻസ്പെക്ടറും 22ഓളം പോലീസ് ഉദ്യോഗസ്ഥരുമുള്ള എടത്തുവ സ്റ്റേഷനിലെ പോലീസ് ജീപ്പിനാണ് ഈ ഗതികേട്. പോലീസ് ജീപ്പിന്റെ ആലസ്യം മാറി വണ്ടി ഉരുളണമെങ്കിൽ കൈവച്ചെങ്കിലേ മതിയാവൂ. പോലീസുകാർ ഏലസായിട്ട് വണ്ടി തള്ളുന്നത് നാട്ടുകാർക്കൊരു നിത്യകാഴ്ചയായി മാറിയിട്ടുണ്ട്. വണ്ടിയുടെ ബാറ്ററി മാറ്റണമെന്ന് ഡിപ്പാർട്ട്മെന്റിൽ അറിയിച്ചിട്ട് മാസങ്ങൾ പിന്നിടുന്നു. എന്നിട്ടും ഏലസായിട്ട് വണ്ടി തള്ളാനാണ് നാട്ടുകാരുടെ യോഗം. കുട്ടനാട്ടിലെ മർമ്മപ്രധാനമായ ഭാഗമാണ് എടത്തുവ തലവടി പ്രദേശങ്ങൾ. തലവടി പൂർണ്ണമായും എടത്തുവായിലെ പ്രധാന പ്രദേശങ്ങളും ഈ സ്റ്റേഷൻ പരിധിയിലാണ്. ക്രമസമാധാന പ്രശ്നങ്ങൾ അനുദിനം വർദ്ധിക്കുന്ന ഈ സ്റ്റേഷൻ പരിധിയിൽ പറന്നെത്താൻ ഒരു വാഹനം പോലുമില്ലാതെ നട്ടം തിരികെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. ഇനിയുള്ള വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി.
തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാകുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. അംഗൻവാടിയിലെ പിടിപ്പത് പണിക്കിടെ കഷ്ടപ്പെട്ട വിവരശേഖരണം നടത്തി വോട്ടർ പട്ടിക പുതുക്കിയ 25,000 അംഗൻവാടി അധ്യാപകരെ ഓണറേറിയം നൽകാതെ സർക്കാർ തെക്കുവടക്ക് ഓടിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇതിനായി പ്രത്യേക പ്രോജക്ടുകൾ വച്ച് സർക്കാർ പണം അനുവദിക്കുമെന്നായിരുന്നു തീരുമാനം. ഈ തീരുമാനമനുസരിച്ച് ഒരു അധ്യാപിക 2,500 വീടുകൾ കയറിയിറങ്ങി വിവരങ്ങൾ ശേഖരിക്കണം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1,500 രൂപയും അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 500 രൂപയും വീതം നൽകുമെന്നാണ് സർക്കുലറിൽ വ്യക്തമാക്കിയിരുന്നത്. സ്വന്തം കയ്യിലെ പണം ഉപയോഗിച്ചാണ് പലരും വീടുമായോ ജോലി ചെയ്യുന്ന സ്ഥാപനവുമായോ യാതൊരു ബന്ധവുമില്ലാത്ത ഇടങ്ങളിൽ ഭവന സന്ദർശനം നടത്തി വിവരങ്ങൾ ശേഖരിച്ചത്. എന്നാൽ വിവരശേഖരണം കഴിഞ്ഞ് 3 മാസം പിന്നിടുമ്പോഴും ഇവർക്ക് ഓണറേറിയം നൽകിയിട്ടില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച പോളിംഗ് ബൂത്തുകളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ച പട്ടിക ഭവന സന്ദർശനം നടത്തി വിവരങ്ങൾ സ്ഥിരീകരിക്കാനാണ് അംഗൻവാടി അധ്യാപകരെ ഹൌസ് വെരിഫിക്കേഷൻ ഓഫീസർമാരായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തിയത്. അംഗൻവാടികളിലെ പ്രവൃത്തികൾക്ക് കോട്ടം വരാതെ ഇവ ചെയ്യണമെന്നും നിർദ്ദേശിച്ചിരുന്നു. കുടുംബ സർവേകളുടെ പേരിൽ അംഗൻവാടി അധ്യാപകർ ഇതിനു മുമ്പും ഓണറേറിയം ലഭിക്കാതെ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ബൈലോയിലെ നിർദ്ദേശങ്ങൾ പോലും പാലിക്കാതിരിക്കുകയും ഓണറേറിയം നൽകാതിരിക്കുന്നതിനെതിരെയും സമരം സംഘടിപ്പിക്കാനാണ് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയന്റെ തീരുമാനം. എടത്തുവ ശ്രീ വേദവ്യാസപുരം ഹനുമാൻ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തുടക്കമായി രാവിലെ 8:30 നടന്ന സാംസ്കാരിക സമ്മേളനം രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ഏകം സത് വിപ്ര ബഹുധ വദന്തി. സത്യം ഒന്ന്. അത് പലതരത്തിൽ പല നേതാക്കൾ, മതനേതാക്കൾ പറയുകയാണ്. സത്യം ഒന്ന്. അതാണ് മുഹമ്മദ് നബി പറഞ്ഞ അള്ളാഹു. അതാണ് ഭഗവത്ഗീത പറയുന്ന ഈശ്വരൻ. അതാണ് ബൈബിൾ പറയുന്ന ദൈവം. ദൈവവും ഈശ്വരനും അള്ളാഹുവും എല്ലാം സത്യമാണ്. അതൊന്നാണ്. പല ഭാഷയിൽ പറയുന്നു, പല പേരിൽ വിളിക്കുന്നു, പലതിൽ പറയുന്നു. ഇതിന്റെ പേരിൽ ചണ്ട കൂടിയാൽ. എൻ ദിനകരൻ അധ്യക്ഷനായി കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യപ്രഭാഷണം നടത്തി. KG മുകുന്ദൻ, പ്രതാപ ചന്ദ്രവർമ്മ, ഈപ്പൻ കുര്യൻ, സുഷമ്മ സുധാകരൻ, MS പ്രതാപൻ, മിനി ബിച്ചു തുടങ്ങിയവർ സംസാരിച്ചു. തലവടി നായർ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മേഖലാ സമ്മേളനം നടന്നു. ഉച്ചയ്ക്ക് 2:30 മാണത്താറ NSS കരയോഗ മന്ദിരത്തിൽ കൂടിയ സമ്മേളനം PK രാധാകൃഷ്ണ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ഉയർന്ന ഈ കാണുന്ന ഭൂമിയല്ല നമ്മുടേതായിരുന്നു. ഈ ഏത് സ്ഥാപനങ്ങളിലെയും ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ എല്ലാം നമ്മുടെ ആളുകളായിരുന്നു. ആ അഹന്തയും അഹങ്കാരവും കഴിവുകളായിക്കൊണ്ട് ഒരു പ്രവർത്തനം നടത്തി എല്ലാം നശിച്ച്
ചിഹ്നഭിന്നമായി മറ്റുള്ളവർ അവഗണിക്കുന്ന രീതിയിൽ നാം എത്തിക്കണം. ആ കാലഘട്ടത്തിൽ എന്തോ ഒരു പുണ്യ മനുഷ്യൻ നമ്മളെ സംഘടിപ്പിക്കുവാനും സമുദായത്തിനെ വളർത്തിയെടുക്കുവാനുമായി സമുദായ ആചാര്യൻ പ്രത്യക്ഷപ്പെട്ടു. ആ സമുദായ ആചാര്യനാണ് നമ്മുടെ ദേവനും ദേവിയും എല്ലാം. നാം ഈശ്വരന് തുല്യം. കെ പി നാരായണപിള്ള അധ്യക്ഷനായി, കെ ആർ രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. എം ഗോപാലകൃഷ്ണൻ, വി ജെ ഉണ്ണികൃഷ്ണൻ, ജെ ശ്രീദേവി, ജി ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വെളിനാട് മാർ സ്തേഫാനോസ് ജ്ഞാനായ വലിയ പള്ളിയിൽ പെരുന്നാളിനും കൺവെൻഷനും തുടക്കമായി. ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയാണ് ഓർമ്മ പെരുന്നാൾ നടക്കുക. പള്ളി വികാരി ഫാദർ സി കുര്യൻ പാട്ടപ്പറമ്പിൽ കൊടിയേറ്റ് കർമ്മത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സി ടി എബ്രഹാം, തോമസ് എബ്രഹാം എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് വൈകുന്നേരം നടന്ന പ്രാർത്ഥനയ്ക്ക് ഫാദർ തോമസ് എബ്രഹാം കടപ്പനങ്ങാട്ട് കാർമ്മികത്വം വഹിച്ചു. മുട്ടാർ സെന്റ് തോമസ് പള്ളിയിൽ വിശുദ്ധ അന്തോനീസിന്റെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. മധ്യ തിരുവിതാംകൂറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മുട്ടാർ സെന്റ് തോമസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോനീസിന്റെ തിരുനാൾ ഞായറാഴ്ച ആരംഭിച്ചു. പരിശുദ്ധാത്മാവിൻ സഹവാസവും ഭക്തിനിർഭരമായ തിരുനാൾ കർമ്മങ്ങളോടെ തിരുനാൾ ചൊവ്വാഴ്ച അവസാനിക്കും. കൊടിയേറ്റിനും ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്കും ഫാദർ ഇമ്മാനുവൽ നെല്ലിവേലി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചരമവാർത്തകൾ. കൈനടി കായൽ പറമ്പ് വീട്ടിൽ ജാനകി നിര്യാതയായി. 89 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കൈനഗിരി വടക്കേ കാട്ടുപള്ളി ജോയ് തോമസ് നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 11-ന് കൈനഗിരി സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. രണ്ടു തുള്ളി വലിയ പ്രതിരോധം. പൾസ് പോളിയോ വിതരണത്തിന്റെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം കടപ്പുറം ആശുപത്രിയിൽ നടന്നു. അധ്യാപകരുടെ അവകാശങ്ങൾക്കായി കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ചടയമുറി ഹാളിൽ ആരംഭിച്ചു. ജീവിതം തുന്നിച്ചേർക്കുന്നവർ. ജീവിതത്തിന്റെ ഊടും പാവും നെയ്തെടുക്കാൻ പണിപ്പെടുകയാണ് തയ്യൽ തൊഴിലാളികളെന്ന് വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി മോനിച്ചൻ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.